ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. നമുക്കറിയാം, നമ്മുടെ എല്ലാവരുടെ വീട്ടിലെയും പോണ്ടിൽ നമ്മളൊരു ഫിൽട്ടർ സിസ്റ്റവും ഒരു സബ്മേഴ്സിബിൾ പമ്പും ഒക്കെ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് നമ്മുടെ കോഴി പോണ്ടിൽ വെച്ചിരിക്കുന്ന സബ്മേഴ്സിബിൾ പമ്പിൻ്റെ ക്ലീനിങ് ആണ്. ഇതാണ് നമ്മുടെ ടാങ്കിൽ യൂസ് ചെയ്യുന്ന മെയിൻ പമ്പ്. 1500 ലിറ്റേഴ്സ് പെർ അവറാണ് ഇതിൻ്റെ കപ്പാസിറ്റി വരുന്നത്. ഇതിൻ്റെ കമ്പനി പേര് അമിസി ടൂൾസ് എന്നാണ്. നമ്മളിത് ആമസോണിൽ നിന്നാണ് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. ഒരുപാട് കമ്പനിയുടെ ടൂൾസ് അവൈലബിൾ ആണ്. ഇതാണ് അതിൻ്റെ ഫ്രണ്ട് പോർഷൻ. ജസ്റ്റ് ഒന്ന് പുഷ് ചെയ്താൽ നമുക്കത് തുറക്കാവുന്നതേ ഉള്ളൂ. ഇത്രയും വേസ്റ്റാണ് നമുക്ക് 1 മന്ത് കൊണ്ട് നമ്മുടെ ഈ പമ്പിൽ അടിഞ്ഞു കൂടിയിട്ടുള്ളത്. അപ്പോൾ നമ്മളിത് എങ്ങനെ ക്ലീൻ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. മാസത്തിൽ ഒരു പ്രാവശ്യമാണ് നമ്മൾ ഈ പമ്പ് ക്ലീൻ ചെയ്യാറുള്ളത്. പോണ്ടിലെ വാട്ടർ യൂസ് ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ പമ്പ് ക്ലീൻ ചെയ്തത്. ഇത്രയും വേസ്റ്റാണ് ഇതിൽ അടിഞ്ഞു കൂടിയിട്ടുണ്ടായിരുന്നത്. പ്രോപ്പറായിട്ട് നമ്മൾ ക്ലീൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ എഫിഷ്യൻസി നല്ലതുപോലെ കുറയും. ഒന്ന് ട്വിസ്റ്റ് ചെയ്താൽ തന്നെ നമുക്ക് ഈ ഒരു ബ്ലാക്ക് കളറിലുള്ള പോർഷൻ ഓപ്പൺ ആയി കിട്ടും. ഇതിനകത്ത് വേണം നമ്മൾ നല്ലതുപോലെ ക്ലീൻ ചെയ്യാനായിട്ടുള്ളത്. ഇതിനകത്താണ് നമ്മുടെ ഇമ്പല്ലറും ഷാഫ്റ്റും ഒക്കെ തന്നെ ഇരിക്കുന്നത്. ത്രെഡോ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ഇവിടെ ആയിരിക്കും നമുക്ക് വന്ന് ഡെപ്പോസിറ്റായി കിട്ടുന്നത്. ഇത് തന്നെ നമ്മുടെ പമ്പിൽ നിന്ന് ഇപ്പോൾ കിട്ടിയ ഒരു ത്രെഡിൻ്റെ എന്തിൻ്റെ ഒരു പോർഷനാണ്. ജസ്റ്റ് ഒന്ന് പിടിക്കുമ്പോൾ തന്നെ നമ്മുടെ ആ ഒരു ഇമ്പല്ലറിൻ്റെ പോർഷൻ നമുക്ക് ഊരി കിട്ടും. ഈ ഒരു മാഗ്നറ്റും ഈ ഒരു ഫാനും കൂടെ വരുന്നതാണ് നമ്മുടെ ഇമ്പല്ലർ. ഈ കാണുന്നതാണ് നമ്മുടെ ഷാഫ്റ്റിനകത്തും എന്തോ ത്രെഡോ എന്തോ കുരിയും കിടപ്പുണ്ട്. ഈ ഒരു അകത്തെ പോർഷൻ നമ്മൾ നല്ലതുപോലെ ക്ലീൻ ചെയ്യണം. നമ്മൾ അവിടെ എന്തെങ്കിലും വേസ്റ്റോ കാര്യങ്ങളോ ഡെപ്പോസിറ്റ് ആയിക്കഴിഞ്ഞാൽ അത് നമ്മുടെ പമ്പിൻ്റെ എഫിഷ്യൻസിയെ നല്ലതുപോലെ അഫക്റ്റ് ചെയ്യും. ക്ലീൻ ചെയ്ത് വെച്ച പമ്പിൻ്റെ പോർഷൻസ് ആണ് ഇതൊക്കെ. ഇതാണ് അതിൻ്റെ ഫ്രണ്ട് പോർഷൻ വരുന്നത്. ഇതിനകത്ത് നമുക്കൊരു പ്ലസും മൈനസും സിമ്പിൾസ് കാണാം. ഇത് അതിൻ്റെ ഫ്ലോ റേറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്നതിനാണ്. പ്ലസിലേക്ക് ആക്കി കഴിഞ്ഞാൽ നമുക്ക് ആ പമ്പിനുള്ളിൽ ഒരു മാക്സിമം ഫ്ലോ കിട്ടുന്നതാണ്. മൈനസിലേക്ക് ആ നോബ് തിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഫ്ലോ മിനിമം ആവുന്നതുമാണ്. ഓക്കെ, ഇനി അടുത്ത പോർഷനാണ് നമ്മൾ ഷാഫ്റ്റും അതുപോലെ തന്നെ നമ്മുടെ ഇമ്പല്ലറും. ആ ഷാഫ്റ്റിനെ നമ്മൾ വളരെ നല്ലതുപോലെ നീറ്റായിട്ട് ക്ലീൻ ചെയ്ത് വെക്കണം. അതിൽ ത്രെഡോ മുടിയോ ഒന്നും തന്നെ കുരുങ്ങിയിരിക്കാനോ കരടൊന്നും തന്നെ ഉണ്ടാവാനായിട്ട് പാടില്ല. ആ ഷാഫ്റ്റിനെ നമ്മൾ ഇമ്പല്ലറിൻ്റെ ഉള്ളിലേക്ക് കയറ്റി ഇനി ഇതിനെ പമ്പിൻ്റെ കറക്റ്റ് പൊസിഷനിലേക്ക് നമുക്ക് പ്ലേസ് ചെയ്താൽ മതിയാകും. ഷാഫ്റ്റും ഇമ്പല്ലറും നമ്മൾ പ്രോപ്പറായിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് പ്ലേസ് ചെയ്തിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ അതവിടെ ടൈറ്റായിട്ട് ഇരുന്നോളും. എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് അത് കറക്റ്റ് ഫിക്സ് ആയെന്നൊന്ന് ഉറപ്പ് വരുത്തുക. ഇനി നമ്മൾ വെക്കാൻ പോകുന്നത് അതിൻ്റെ ആ ഒരു കവറിങ് പോർഷനാണ്. അത് നമ്മൾ ഇതിനുള്ളിലേക്ക് ഒന്ന് പ്രസ് ചെയ്ത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ട്വിസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ ലോക്ക് വീണ് അതവിടെ ടൈറ്റായിട്ട് ഇരുന്നോളും. ഇനി നമുക്ക് വെക്കാനുള്ളത് ഇതിൻ്റെ ഔട്ടർ സർഫസ് ആണ്. ആ ഒരു പോർഷനും നമ്മളൊന്ന് വെള്ളത്തിലിട്ട് കഴുകിയ ശേഷം ഒന്ന് പ്രസ് ചെയ്ത് വെച്ചാൽ അതും ടൈറ്റായിട്ട് അത് ഇരിക്കും. ഇനി നമ്മൾ പമ്പിൻ്റെ ഔട്ട്ലെറ്റും നമ്മുടെ ഫിൽറ്ററിൻ്റെ ഇൻലെറ്റും തമ്മിൽ കണക്ട് ചെയ്യാണ്. ആ 2 ഓസുകളും നല്ല ടൈറ്റായിട്ട് ലീക്കേജ് ഒന്നും ഇല്ലാതെ തന്നെ കണക്ട് ചെയ്യണം. ഇനി നമ്മൾ പമ്പ് പോണ്ടിലേക്ക് ഇറക്കാൻ പോവുകയാണ്. പോണ്ടിലെ ഏറ്റവും ഡെപ്ത് കൂടിയ ഭാഗത്താണ് നമ്മൾ പമ്പ് പ്ലേസ് ചെയ്തത്. അവിടെയാണ് ഏറ്റവും കൂടുതൽ വേസ്റ്റ് വന്ന് ഡെപ്പോസിറ്റ് ആവുന്നത്. പമ്പ് പ്രോപ്പറായിട്ടാണോ വർക്ക് ചെയ്യുന്നതെന്നൊന്ന് ചെക്ക് ചെയ്യാം. ഔട്ട്ലെറ്റിൽ നിന്ന് വെള്ളം വീഴുന്നുണ്ട്, അതുപോലെ തന്നെ സ്പ്രിംഗ്ലറിൽ നിന്നും ഒക്കെ വീഴുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പമ്പിന് കുഴപ്പമൊന്നുമില്ല, അത് പ്രോപ്പറായിട്ട് തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. ഡ്രം ഫിൽട്ടർ സിസ്റ്റമാണ് നമ്മുടെ പോണ്ടിൽ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. അടുത്തതായിട്ട് നമ്മൾ അതിൻ്റെ ക്ലീനിങ് വീഡിയോ ആയിരിക്കും നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നത്. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ.